അപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞത് ദാറ്റ് വാസ് അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് MHC മോളിക്യൂൾ എന്നാണ് എൻ്റെ ഓർമ്മ അല്ലേ. അത് കംപ്ലീറ്റ് ചെയ്തു. സോ വെയർ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് MHC മോളിക്യൂൾസ്. അവിടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട് MHCൻ്റെ ക്ലാസിഫിക്കേഷൻ, വാട്ട് ഈസ് MHC മോളിക്യൂൾ, അതിൻ്റെ ജനറ്റിക് ഡീറ്റെയിൽസ് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഒക്യുറൻസ് പറഞ്ഞു, എവിടേക്കാണ് അത് കാണുന്നത് എന്നുള്ളത് പറഞ്ഞു, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അതും കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞതാണ്. പിന്നീട് സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, ക്ലാസ് 1ൻ്റെയും ക്ലാസ് 2ൻ്റെയും സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറഞ്ഞത്. അതിന് മുമ്പേ നമ്മൾ ഓൾറെഡി MHC റെസ്ട്രിക്ഷൻ വാസ് ഓൾറെഡി ഡിസ്കസ്ഡ്. നമുക്കത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ ആസ്ക് നൗ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. MHCയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അവിടെയല്ലേ നിർത്തിയേ? am I right? ഇതന്നല്ലേ MHC എന്നല്ലേ? ഓക്കെ ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. അപ്പം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ക്ലാസ് 1ൻ്റെയും ക്ലാസ് 2ൻ്റെയും സ്ട്രക്ചറാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത്. ക്യാൻ സംബഡി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ക്ലാസ് 1? ആരെങ്കിലും ഒരാളൊന്ന് പറയുമോ? ക്ലാസ് 1ൻ്റെ സ്ട്രക്ചർ ഒന്ന് പറയാമോ? പെട്ടെന്ന് പറഞ്ഞോ. ഹലോ. അങ്ങനെയല്ല, ദാറ്റ് ജീൻ ഈസ് ഇൻ ദ ക്രോമസോം 15 അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, യെസ്, ബാക്കി പിന്നെ അതിൻ്റെ ഓക്കെ, യെസ്, ഓക്കെ, ഓക്കെ, ഏറ്റവും ബോട്ടം സൈഡിൽ, യെസ്, ഓക്കെ, ഓക്കെ, യെസ്, ഓക്കെ, ഓക്കെ, ഫൈൻ. ഓക്കെ, ഓക്കെ, ഫൈൻ, ഫൈൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, പക്ഷേ ഇത് പറഞ്ഞത് ഏകദേശം എല്ലാം കറക്റ്റാണ് അല്ലേ? ഇപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ് നമ്മൾ ചോദിച്ചത്. അതിൽ സ്ട്രക്ചർ വരുമ്പോൾ വി നോ ദാറ്റ് ദർ ആർ 2 polypeptides. അതിൽ 2 ചെറിയ polypeptides ആണ്. ഒന്ന് കമ്പാരിറ്റീവ്ലി ലാർജറാണ്, ദാറ്റ് ഈസ് എൻ ആൽഫ ചെയിൻ. ദെൻ വി ഹാവ് എ β2 മൈക്രോഗ്ലോബുലിൻ. അതിൻ്റെ ഇതെല്ലാം പറഞ്ഞു. ഒന്ന് ക്രോമസോം 6ലാണ്. അറ്റ് ദ സെയിം ടൈം β2 മൈക്രോഗ്ലോബുലിൻ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ MHC ജീൻ ക്ലസ്റ്റർ, ബട്ട് ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ഓൺ ദ ക്രോമസോം 15 അല്ലേ. ദെൻ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ക്ലാസ് 1 MHC എന്ന് പറയുന്ന കോംപ്ലക്സ് ഉണ്ടാവുന്നത്. Then within the alpha chain we have 3 domains externally, and there are 2 other domains or 2 other segments like the transmembrane domain and also the cytoplasmic tail. ഇത്രയും ഭാഗങ്ങളാണ്. ദെൻ പിന്നെ ഇതിൽ ആഡ് ചെയ്യാനുള്ളത് നമുക്കറിയാം. there are 2 proximal domains called the β2 microglobulin and also the alpha 1 domain. At the same time the distal domains are alpha 2 and alpha 3, and the binding point or the binding cleft for the peptide antigen is residing in between the alpha 2 and alpha 3, right? And the binding cleft is comparatively a smaller one, and which could hold only smaller peptides, right? എത്രയാണ് ഹോൾഡ് ചെയ്യുന്ന പെപ്റ്റൈഡ്സിൻ്റെ ലെങ്ത്? എത്രയാണ് ക്ലാസ് 1 MHC ഹോൾഡ് ചെയ്യുന്ന ആവറേജ് ലെങ്ത്? 8 to 11. യാ, ഫൈൻ, യാ, ഗുഡ്, 8 to 11 ആണല്ലേ. 8 to 11 ആണ്
അതിൻ്റെ ഒരു ആവറേജ് ലെങ്ത് എന്ന് വെച്ചാൽ വളരെ ചെറിയ സീക്വൻസസ് ആണ്. നമുക്കറിയാമല്ലോ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി 50 above ഒക്കെ ആയിരിക്കും നോർമലി ഒരു പ്രോട്ടീൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ബിയോണ്ട് ദാറ്റ് 100 200 ഒക്കെ വരുന്ന പ്രോട്ടീൻസ് ഉണ്ടാവും സാധാരണ ബാക്ടീരിയൽ സെൽസിലൊക്കെ അല്ലെങ്കിൽ ഈ വരുന്ന പാത്തോജൻസിൽ. So they are processed in such a way that you will get in case of this class 1 MHC, this will be the protein of the same body itself usually, or otherwise it will be the protein of the virus. അങ്ങനെയൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത്. And whatever it is, they are processed in such a way that they are cleaved into smaller fragments അല്ലേ, വളരെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് 8 to 11 ഒക്കെ വരുന്ന വളരെ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് 1 MHCയുടെ മുകളിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. ഓക്കെ ഫൈൻ. ദെൻ ഇനി ആരെങ്കിലും ക്ലാസ് 2ൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ, എന്നിട്ട് നമുക്ക് പോകാം വേഗം. ക്ലാസ് 2 അതിൻ്റെ സ്ട്രക്ചറും ഡീറ്റെയിൽസും. പേര് വിളിക്കാൻ നിൽക്കണ്ട, ആരെങ്കിലും പറഞ്ഞോ. പേര് വിളിക്കണം. യെസ്, ക്ലാസ് 2 MHC. നോൺ കോവലന്റ് പെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്, ആൽഫ ബീറ്റ. ഇത് ക്രോമസോം 6-ലാണ് വരുന്നത്. യെസ് യെസ്. 4 ഡൊമെയിൻസ് ഉണ്ട്, ആൽഫ 1 ബീറ്റ 1. പിന്നെ ആൽഫ 2 ബീറ്റ 2 ഉണ്ട്, അത് പ്രോക്സിമൽ ഡൊമെയിൻസ് ആണ്. പിന്നെ മറ്റേ ആൽഫ ചെയിനിൽ 33 kD ആ സംഭവം, അത് വെയിറ്റ്. പിന്നെ ഹലോ ഇർഫാൻ കേൾക്കാവോ? ഇറ്റ്സ് നോട്ട് ഓഡിബിൾ. So now we are moving into the next one. അപ്പോൾ അതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കണം MHCയുമായി ബന്ധപ്പെട്ടിട്ട്. So the next point we are going to discuss is it's antigen presenting cells. Okay, ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പോയിന്റ് ആണ്, ബട്ട് സ്റ്റിൽ വി വിൽ സീ സം അതർ ഡീറ്റെയിൽസ് ഓൾസോ. ഓക്കെ, സോ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ. ലെറ്റ്സ് ഗോ ടു ദാറ്റ്. സോ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിന് നമ്മൾ വി നോ ഈ പ്രസൻറ്റേഷൻ ചെയ്യുന്നത് ദീസ് ആർ ദ സെൽസ് വിച്ച് പ്രസൻറ്റ് ദ ആൻറ്റിജൻസ് അല്ലേ. ആൻറ്റിജൻ പ്രസൻറ്റ് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ്. അതിൽ തന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള സെൽസ് ആണുള്ളത്. ഒന്ന് those cells which present antigens to the T helper cells, and the other one is those which are presenting antigens to the cytotoxic cells. ഈ രണ്ട് തരത്തിലുള്ള പ്രസൻറ്റിംഗ് സെൽസ് ഉണ്ട്. സോ ഈ രണ്ട് സെൽസിനെയും നമുക്കിവിടെ പറയേണ്ടതുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ആൻറ്റിജൻ പ്രസൻറ്റിംഗ്. സോ നമ്മൾ ദ സോ കോൾഡ് APCs, ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എന്ന് നമ്മൾ പറയുന്ന APCs എന്ന് പറയുന്ന സെൽസിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. സോ ബിഫോർ വി ഹാഡ് യെസ് ഹലോ വന്നിട്ടില്ല. ഓക്കെ വെയിറ്റ്. ഓക്കെ, സോ അപ്പോൾ പറഞ്ഞത് സോ there are certain antigen presenting cells which are coming under the professional APCs അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. There are 3 major cells which are listed as professional antigen presenting cells. അതിൽ വരുന്നതാണ് ഏതൊക്കെ? Dendritic cells, അതേപോലെ തന്നെ macrophages, then B cells അല്ലേ. ഈ 3 സെല്ലാണ് പ്രധാനമായിട്ടും പ്രൊഫഷണലായിട്ട് ആൻറ്റിജൻ പ്രോസസ്സിങ്ങും പ്രസൻറ്റേഷനും ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ പ്രൊഫഷണൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എന്ന് പറയുന്നു. ദെൻ ഇത് കൂടാതെ ബോഡിയിൽ ഈ 3 സെൽസ് കൂടാതെ മറ്റു ചില സെൽസിനും എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഓൾസോ ഡു ദ സെയിം പ്രോസസ്, ദാറ്റ് മീൻസ് പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റേഷൻ. ദേ ആർ നോൺ പ്രൊഫഷണൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് ദെയർ മേജർ ഫംഗ്ഷൻ, ബട്ട് സ്റ്റിൽ ദേ ക്യാൻ ഡു ദാറ്റ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഫൈബ്രോബ്ലാസ്റ്റ്, സ്കിന്നിൽ കാണുന്ന ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ്. ദെൻ ഗ്ലിയൽ സെൽസ്, ബ്രെയിനിൽ കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അത്തരം സെൽസ് ചിലതൊക്കെ. പാൻക്രിയാറ്റിക് ബീറ്റ സെൽസ്, ദെൻ തൈമിക് എപ്പിത്തീലിയൽ സെൽസ്, ഇങ്ങനെയുള്ള ചില സെൽസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ദേ ക്യാൻ ഓൾസോ പെർഫോം ദ പ്രസൻറ്റേഷൻ, റൈറ്റ്. സോ ഫസ്റ്റ് വിൽ സീ സം ഡീറ്റെയിൽസ് ഓഫ് ദീസ് 3 cells, ദീസ് പ്രൊഫഷണൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ്. അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. സോ നമുക്കറിയാം ഇതിൽ ഓൾറെഡി നമ്മൾ ഈ 3 സെൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിൻ്റെ മെക്കാനിസംസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതായതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഓൺലി വി ആർ മെൻഷനിങ് അബൌട്ട് ഹൗ ഇറ്റ് ഈസ് പ്രോസസ്സിങ് ആൻഡ് പ്രസൻറ്റിങ്, അതിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, റൈറ്റ്. ദെൻ ഔട്ട് ഓഫ് ദി 3 വി നോ ദാറ്റ് ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ് അല്ലേ, അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽ. ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രസൻറ്റേഷൻ മാത്രം അല്ലെങ്കിൽ പ്രോസസ്സിങ് പ്രസൻറ്റേഷൻ മാത്രമായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സെല്ലാണ് ഈ പറയപ്പെടുന്ന ഡെൻഡ്രൈറ്റിക് സെൽസ്.
ഓക്കെ, മറ്റ് സെൽസിനെല്ലാം ദർ ആർ സം അതർ ഫങ്ഷൻസ് ഓൾസോ, ലൈക്ക് മൈക്രോഫേജസ് ആണെങ്കിൽ ദേ വിൽ ബി മോർ ഫോക്കസ്ഡ് ഓൺ ഫാഗോസൈറ്റോസിസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലാണ് ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായിട്ടും. B cells also not much involved in this presentation, but rather they are associated with antibody production. നമുക്കറിയാവുന്ന കാര്യമാണ്. So comparatively, dendritic cells are the most efficient and most dedicated antigen presenting cells. Okay, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണത്. ദെൻ ഇനി ഈ പ്രസൻറ്റേഷൻ ചെയ്ത് ഈ പ്രോസസ്സിങ് കഴിഞ്ഞാൽ ആൻറ്റിജൻസിനെ പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സി ലെറ്റ് മീ ആസ്ക് യു വാട്ട് ഈസ് മീൻ ബൈ പ്രോസസ്സിങ്. എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? പ്രോസസ്സിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? അല്ല, നമ്മളോട് പറയുന്നുണ്ട് പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിൽ നിന്നും? വാട്ട് ഈസ് മീൻ ബൈ പ്രോസസ്സിങ്? ഹലോ, ഹലോ, കേൾക്കാമെങ്കിൽ പറ. ആസിൽ പറയോ? പ്രോസസ്സിംഗ് അറിയുന്ന പറഞ്ഞോ. ഇറ്റ്സ് ഓക്കെ ഈവൻ ഇഫ് ഇറ്റ് ഈസ് റോങ്. പറഞ്ഞോ. ഒരു അനലൈസ് ചെയ്യാന്നൊക്കെ അർത്ഥം വരുമോ സാർ? അനലൈസ് ചെയ്യാന്നുള്ള അർത്ഥം അത് നമുക്ക് വരുത്താം, പക്ഷേ കുറച്ചും കൂടെ ഒരു മെക്കാനിസം വൈസ്. ഓക്കെ, ലെറ്റ് മീ സി, വേറെ ആരെങ്കിലും പറയാൻ നോക്കാം. ഓക്കെ, മിർണ ഉണ്ടോ? പറഞ്ഞേ, എന്താണ് പ്രോസസ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അത്രയും വേണ്ട, ആ ഫസ്റ്റ് പാർട്ട് മതി അല്ലേ. രണ്ടാമത്തെ പാർട്ടിനെയാണ് നമ്മൾ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. രണ്ട് മെക്കാനിസമാണ്, ഒന്ന് പ്രോസസ്സിങ്, രണ്ടാമത്തത് പ്രസൻറ്റേഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ പ്രോസസ്സിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ പറഞ്ഞ ശരിയാണ്. എന്താണ്? ദിസ് ഈസ് ദ ഡൈജഷൻ പ്രോസസ്സ്. ആ ഡൈജസ്റ്റ് ചെയ്യുന്ന ആ മെക്കാനിസത്തിനാണ് നമ്മൾ പ്രോസസ്സിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നു. നമ്മൾ പറയൂലേ ഒരു സാധനത്തിന് പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ ആസിൽ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു അനാലിറ്റിക്കൽ പാർട്ട് വരുന്നുണ്ട്. അതേസമയം തന്നെ അതിൻ്റെ ചില എന്താണ്, ഇപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു ഫയലാണെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ചില അഡീഷൻസ്, ഡിലീഷൻസ്, അതിൻ്റെ മോഡിഫിക്കേഷൻസ്, ഇതൊക്കെയാണല്ലോ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ. സെയിം വേ ഇവിടെയും ഒരു പ്രോട്ടീൻ്റെ അല്ലെങ്കിൽ ഒരു ആൻറ്റിജൻ്റെ, ഒരു പാത്തജൻ്റെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതായത് പ്രസൻറ്റേഷന് എന്താണോ ആവശ്യം ആ രീതിയിലേക്ക് ഈ ആൻറ്റിജൻസിനെ കൺവേർട്ട് ചെയ്യുക. നമുക്കറിയാം പ്രസൻറ്റേഷൻ ആവശ്യമുള്ളത് എന്താണ്? ഇഫ് ഇറ്റ് ഈസ് ക്ലാസ് 2 MHC എന്താണ് ആവശ്യമുള്ള റിക്വയർഡ് ആൻറ്റിജൻ എന്തായിരിക്കണം എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ദാറ്റ് ആൻറ്റിജൻ ഷുഡ് ബി പോരട്ടെ presented on MHC molecule, definitely. If for presenting an antigen on MHC molecule, that antigen should be എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത്? It should be of having a length of around 12 to 16 അല്ലേ? 12 to 16 അമിനോ ആസിഡ് ഉള്ള ലെങ്ത് ഉള്ള പെപ്റ്റൈഡ്സിന് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? MHC ക്ലാസ് 2ൻ്റെ മുകളിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളല്ലോ. അപ്പോൾ വരുന്ന ആൻറ്റിജൻസിനെ എന്ത് ചെയ്യണം? ആ രീതിയിൽ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. ഡൈജസ്റ്റ് ചെയ്ത് ഇതിനെ ക്ലീവ് ചെയ്ത് ഒരു 8 to മാക്സിമം 16ൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ പെപ്റ്റൈഡ് ആക്കിയിട്ട് അതിനെ ക്ലീവ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഓൺലി ദെൻ ദാറ്റ് വിൽ ബി ഏബിൾ ടു പ്രസൻറ്റ് ഓൺ ക്ലാസ് 2 MHC മോളിക്യൂൾ. ഓക്കെ, ഫൈൻ. സോ ദാറ്റ്സ് അബൌട്ട് ദ ബേസിക് ഫംഗ്ഷൻ. അതാണ് പ്രധാനമായിട്ട് ഇത് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രോസസ്സ് ചെയ്യുന്നു, വരുന്ന ആൻറ്റിജൻസിനെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ പറയുന്നുണ്ട്, ദ പ്രോസസ്സിങ് ഒക്കേഴ്സ് ബൈ എ മെക്കാനിസം, ബൈ എ പാത്വേ കോൾഡ് എൻഡോസൈറ്റിക് പാത്വേ. ഓക്കെ, എൻഡോസൈറ്റിക് പാത്വേ എന്ന് പറയുന്ന ഒരു പാത്വേ വഴിയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഫാഗോസൈറ്റോസിസ് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പാത്വേ തന്നെയാണ് എൻഡോസൈറ്റിക് പാത്വേ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട് എന്താണെന്നുള്ളത്. So they process the antigens by means of endocytic pathway. Then endocytic pathway you will get the unique sequences of this required length of amino acid,
then these amino acids or these shorter peptides will be presented on the class 2 MHC molecule. Okay, ഇത് നമുക്കറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്, നമ്മളൊന്നുകൂടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. റൈറ്റ്. ദെൻ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൻ്റെ ഒരു കമ്പാരിസൺ ആണ്, അതിൻ്റെ ഒരു ഫങ്ഷണൽ അതേപോലെ തന്നെ അതിൻ്റെ റിസപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് ഈ ടേബിളിൽ കാണുന്നത്. കാണാമല്ലോ അല്ലേ? ഹലോ. യെസ് ഓക്കെ. സോ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറയുമ്പോൾ ഡെൻഡ്രൈറ്റിക് സെൽസിൻ്റെ മുകളിൽ യു ക്യാൻ സി ഇത്രയും റിസപ്റ്റേഴ്സ് നമുക്കറിയാവുന്ന, ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ദർ ഈസ് ആൻറ്റിജൻ അപ്ടേക്ക്, അതാണ് ഒരു ഫീച്ചർ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻറ്റിജൻ അപ്ടേക്ക് നടക്കുന്നത് ത്രൂ എൻഡോസൈറ്റോസിസ്, ഫാഗോസൈറ്റോസിസ്, ഈ രണ്ട് മെക്കാനിസം വഴിയാണ് ആൻറ്റിജൻസിന് അപ്ടേക്ക് ചെയ്യുന്നത്. Then the second criteria we are discussing is class 2 MHC expression. Okay, class 2 MHC expression constitutive ആണോ inducible ആണോ എന്നതാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. And in case of dendritic cells, this class 2 MHC is a constitutively expressing protein. നമ്മൾ മുമ്പ് MHC പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്ലാസ് 2 യൂഷ്വലി എന്താണ്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ് കമ്പയർ ടു ദ ക്ലാസ് 1. ക്ലാസ് 1 സാധാരണഗതിയിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് അല്ല, ഇൻഡ്യൂസിബിൾ ആണ്. അറ്റ് ദ സെയിം ടൈം ക്ലാസ് 2 തന്നെ എന്താണ്, ചില കേസസിൽ അതെന്താണ്, ഇൻഡ്യൂസിബിൾ ആണ്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് അല്ല. അപ്പോൾ ഡെൻഡ്രൈറ്റിക് സെല്ലിൻ്റെ കേസിൽ അത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആണ്. അതുകൊണ്ടാണ് ഡെൻഡ്രൈറ്റിക് സെൽ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള APC ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഓക്കെ. ദെൻ കോസ്റ്റിമുലേറ്ററി ആക്ടിവിറ്റിയുടെ കേസ് എടുത്താൽ എന്താണ്, B7 റിസപ്റ്ററിൻ്റെ കേസാണ് ചോദിക്കുന്നത്. B7 ആണ് നമുക്കറിയാം. B7ഉം അതേപോലെ തന്നെ CD28 റിസപ്റ്ററും തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഈസ് എസെൻഷ്യൽ അല്ലേ? കോസ്റ്റിമുലേറ്ററി സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഇഫക്റ്റീവായിട്ടുള്ള പ്രസൻറ്റേഷൻ നടന്നിട്ട് മറ്റു സെൽസിൻ്റെ ആക്ടിവേഷൻ നടക്കുകയുള്ളൂ. സോ ഇവിടുത്തെ കോസ്റ്റിമുലേറ്ററി റിക്വയർമെൻറ്റ് എന്താണ്, അതും ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ടീവാണ്. B7 പ്രോട്ടീൻ്റെ എക്സ്പ്രഷനും എന്താണ്, കോൺസ്റ്റിറ്റ്യൂട്ടീവാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ. ദെൻ T സെൽ ആക്ടിവേഷൻ്റെ കേസ് എടുത്താൽ എന്നുവെച്ചാൽ ഡെൻഡ്രൈറ്റിക് സെൽസിൻ്റെ T സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്താണ്, നെയ്വ് T സെൽസിന് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, ഇഫക്റ്റർ T സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, മെമ്മറി T സെൽസിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു കമ്പാരിസൺ ആണ്. ഇപ്പോൾ നമ്മൾ ഡെൻഡ്രൈറ്റിക് സെല്ലിൻ്റെ മാത്രമാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ആൻറ്റിജൻ അപ്ടേക്ക് ഇവിടെ എടുത്താൽ ഫാഗോസൈറ്റോസിസ് തന്നെയാണ്. ഇതിൽ തന്നെ ഫാഗോസൈറ്റോസിസിൽ തന്നെ നമ്മൾ മാക്രോഫേജസിൽ തന്നെ വി ആർ ലിസ്റ്റിംഗ് ദം ആസ് 2 റെസ്റ്റിംഗ് സെൽസ് എന്നായിട്ടും ആക്ടിവേറ്റഡ് സെൽസ് ഉണ്ട്. നമ്മൾ മാക്രോഫേജിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ദർ ആർ സർട്ടൻ റെസ്റ്റിംഗ് സെൽസ്, ആക്ടിവേറ്റഡ് സെൽ, അതായത് മോണോസൈറ്റ് ആയിരിക്കും. മോണോസൈറ്റ് സ്റ്റേജിലാണ് സാധാരണ റെസ്റ്റിംഗ് സ്റ്റേജ് വരിക. ദെൻ രണ്ടും ആൻറ്റിജൻസിനെ അപ്ടേക്ക് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ഇറ്റ്സ് ത്രൂ ഫാഗോസൈറ്റോസിസ്, റൈറ്റ്. ദെൻ ക്ലാസ് 2 MHCയുടെ കേസ് എടുത്താൽ റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇൻഡ്യൂസിബിൾ ആണ്, ഇവിടെയും ഇൻഡ്യൂസിബിൾ ആണ്, പക്ഷേ കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്, അതിൻ്റെ എക്സ്പ്രഷൻ കൂടുതലാണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെയാണെങ്കിൽ B7 ഇല്ല, എക്സ്പ്രഷൻ ഇല്ല, ഇൻഡ്യൂസിബിൾ ആണ്, വേണമെങ്കിൽ പിന്നീട് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ ഇൻഡ്യൂസിബിൾ ആണ് പക്ഷേ എക്സ്പ്രസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ ഇല്ല, T സെൽ ആക്ടിവേഷൻ നടത്തുന്നില്ല എന്ന് വെച്ചാൽ റെസ്റ്റിംഗ് സെൽസിന് T സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല മാക്രോഫേജസിൻ്റെ. അതേസമയം ആക്ടിവേറ്റഡ് മാക്രോഫേജസ് എന്ത് ചെയ്യണം? ദേ ആർ എഫിഷ്യൻറ്റ് സെൽസ് ടു ആക്ടിവേറ്റ് T സെൽസ്. ഇഫക്റ്റർ T സെൽസിനെ മെമ്മറി T സെൽസിനെയും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആരോ ജോയിൻ ചെയ്തല്ലോ, ആരത്? സോന, വളരെ നേരത്തെയാണ്. ഓ, നിങ്ങൾക്ക് ഈ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഹലോ ഹലോ ആ, ഒരു സൗണ്ട് ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ? ഞാൻ കോളേജിലാണ്, ഇവിടെ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വരുന്നു. കേൾക്കുന്നുണ്ടായിരുന്നു? ആ, ഒരു മിനിറ്റ്, എന്നാലും ഞാൻ ഈ വാതിൽ നടച്ചേക്കാം.
ഹലോ 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 സാർ. ആ ഓക്കെ ഓക്കെ, അതവിടെ കാർഡ് വെട്ടുന്നതാണ് ഗ്രൗണ്ടിൽ. ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാം. സോ അപ്പോൾ ഇതാണ് ഒരു കമ്പാരിസൺ. നമ്മൾ ഈ 3 സെല്ലിൻ്റെയും കമ്പാരിസൺ ആണ് ഇവിടെ ഈ പറഞ്ഞത്. മുമ്പേ നവനീത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഓർമ്മയാണ്? നവനീത് ഇല്ലേ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നോ? ഈ നെയ്വ് സെൽസും മെമ്മറി സെല്ലും തമ്മിൽ എങ്ങനെയാണ് ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. നവനീത് ഉണ്ടോ? ആ ഓക്കെ ഓക്കെ, ഓർമ്മയില്ലേ? അതായത് ഇവിടെ കാണാം നമുക്ക് ആ ഡിഫറൻസ്. അതായത് എല്ലാ സെൽസിനും പിന്നെ ഉണ്ടോ ഇവിടെ മാക്രോഫേജസിന് നെയ്വ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. മെമ്മറി സെൽസിനെ പക്ഷേ എല്ലാ സെൽസിനും മെമ്മറി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാം. കണ്ടോ? എല്ലാ സെൽസിനും കാരണം മെമ്മറി സെൽസിനെ എളുപ്പത്തിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം നെയ്വ് സെൽസിനെ കുറച്ചും കൂടെ എന്താണ് പ്രോസസ്സിങ് ആവശ്യമുണ്ട് നെയ്വ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ. മാക്രോഫേജസിന് നെയ്വ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ബി സെല്ലിൻ്റെ കേസിലാണെങ്കിലും ഇവിടെ കാണാം ആക്ടിവേറ്റഡ് ബി സെൽസിന് മാത്രമേ നെയ്വ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡെൻഡ്രൈറ്റിക് സെൽസിന് പറ്റും, കാരണം ഡെൻഡ്രൈറ്റിക് സെൽസ് ആണ് ഇവിടുത്തെ ഏറ്റവും മേജർ സെൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡെൻഡ്രൈറ്റിക് സെല്ലിന് പറ്റും. പക്ഷേ മറ്റു 2 ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസിനും ലിമിറ്റഡ് ആണ്. മാക്രോഫേജസിന് ഒട്ടും പറ്റില്ല. ബി സെൽസിൻ്റെ കേസാണെങ്കിൽ ആക്ടിവേറ്റഡ് സെൽസിന് മാത്രമേ പറ്റൂ. ഓക്കെ, ഇതൊരു ഡിഫറൻസ് ആണ്. ഇങ്ങനെയാണ് അന്ന് നീ ചോദിച്ചില്ല എങ്ങനെയാണ് ഈ മെമ്മറി സെൽസിനെ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എളുപ്പത്തിൽ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നത് എന്നുള്ളത്. അത് ഈ രീതിയിലാണ്. അതായത് ഏത് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെല്ലിന് വേണമെങ്കിലും മെമ്മറി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതേസമയം നെയ്വ് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. അത് നേരത്തെ തന്നെ നല്ല ഈ പറഞ്ഞ പോലെ നേരത്തെ പ്രോസസ്സ് ചെയ്ത് വന്നിട്ടുള്ള എക്സ്റ്റേണൽ ആൻറ്റിജൻസ് തന്നെ ആയിരിക്കണം എന്നതുകൊണ്ടാണ് നമുക്ക് ആ ഡിഫറൻസ് പറയാൻ പറ്റുന്നത്. ഓക്കെ, അന്ന് ഞാനിതിങ്ങനെ സൂചിപ്പിച്ചു പോയിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു ബേസ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ്. ക്ലിയർ അല്ലേ? അത് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് അതിൽ പിന്നെ കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ കണ്ടിട്ടുള്ളതാണ്. ഡെൻഡ്രൈറ്റിക് സെല്ലാണെങ്കിലും ശരി, മാക്രോഫേജ് ആണെങ്കിലും ശരി, ബി സെല്ലാണെങ്കിലും ശരി, ഇതിൻ്റെ എല്ലാ മെക്കാനിസവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് സ്റ്റിൽ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. Now the second category of cells called altered cell cells. Okay, ASCs ആണ് നമ്മൾ പറഞ്ഞു അല്ലേ? APCസും ASCസും ആണുള്ളത്. APCs are the cells which are presenting antigens to class 2 presenting antigens on the class 2 MHC to the T helper cells. അതേസമയം altered cell എന്ന് പറയുന്നത് these are the cells which present antigens on class 1 MHC molecule to the T cytotoxic cells. അല്ലേ? സൈറ്റോടോക്സിക് സെൽസിനാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ക്ലാസ് 1 ക്ലാസ് 2 ആണെങ്കിൽ അല്ലെങ്കിൽ APC ആണെങ്കിൽ ദേ വിൽ ആക്ടിവേറ്റ് ടി ഹെൽപ്പർ സെൽസ്. ഓക്കെ, ദെൻ ഇവിടെ പറയുന്നുണ്ട് വാട്ട് ആർ ആൾട്ടേർഡ് സെൽസ്. എന്താണ് ASCs എന്നതാണ് ആദ്യം അറിയേണ്ടത് അല്ലേ? ദീസ് ആർ ദ സെൽഫ് സെൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി സെൽസിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബോഡിയിലുള്ള ഏത് സെല്ലും നമ്മുടെ എല്ലാ സെല്ലും ഈ കാറ്റഗറിയിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെൽസാണ്. ഓക്കെ, എല്ലാ സെൽസിനെയും ലിസ്റ്റ് ചെയ്യാം എക്സെപ്റ്റ് സർട്ടൻ സെൽസ് ലൈക്ക് RBCs അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ പോലെയുള്ള ചില സെൽസിനെ മാറ്റി നിർത്തിയാൽ ഓൾ ദ അതർ സെൽസ് കുഡ് ബി ലിസ്റ്റഡ് അണ്ടർ ദിസ് ഓൾട്ടേർഡ് സെൽഫ് സെൽസ്. ഓക്കെ, സോ ദീസ് ആർ ദ സെൽസ് വിത്ത് ഇറിവോക്കബിൾ ഡാമേജ്. ഓക്കെ, എന്ന് വെച്ചാൽ ഡിഫക്റ്റീവായിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള റിപ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഡാമേജ് സംഭവിച്ച സെല്ലിനെയാണ് സെൽഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൾട്ടേർഡ് സെൽഫ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾട്ടേർഡ് സെൽഫ് സെൽസ് എന്ന് പറയുന്നത് അതിനെയാണ്. സോ ഈ ഓൾട്ടേർഡ് സെൽഫ് സെൽ പല കാരണം കൊണ്ട് ഇങ്ങനെയുള്ള ഡാമേജ് സംഭവിക്കാം അല്ലെങ്കിൽ ഈ ഓൾട്ടറേഷൻ സംഭവിക്കാം. ആ കാരണം മേ ബി ഇതർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. ഇൻറ്റേർണൽ ആയിട്ടുള്ള കാരണം കൊണ്ട് ഈ പറഞ്ഞ സെൽസിന് ഡാമേജ് വരാം, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാരണം കൊണ്ടും ഈ പറയുന്ന ഡാമേജ് വരാം. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് പറയുന്നത് ദീസ് ആർ സംടൈംസ് റെഫേർഡ് ആസ് ടാർഗറ്റ് സെൽസ്. ഇതിന് ടാർഗറ്റ് സെൽസ് എന്നും പറയാറുണ്ട്. ബിക്കോസ് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും അല്ല? നമുക്കറിയാം എന്താണ് ടാർഗറ്റ് സെൽസ് എന്ന് പറയുന്നത്. ദീസ് സെൽസ് ആർ ടാർഗറ്റഡ് ബൈ ദ സൈറ്റോടോക്സിക് സെൽ ആൻഡ് ദേ ആർ ഡിസ്ട്രോയിഡ്. നമ്മളൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാ പറയുക? സംതിങ് ടു ബി ഡിസ്ട്രോയിഡ് അല്ലേ? സംതിങ് ടു ബി അറ്റാക്ഡ്, അതിനാണ് ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ സംടൈംസ് റെഫേർഡ് ആസ് ടാർഗറ്റ് സെൽസ് ബിക്കോസ് ദേ ആർ ഡിസ്ട്രോയിഡ് ബൈ ദി സെൽസ്. ഓൾറൈറ്റ്, ദെൻ ഇവിടെ പറയുന്നുണ്ട് വിർച്വലി എനി ന്യൂക്ലിയേറ്റഡ് സെൽ ഈസ് ഏബിൾ ടു ഫംഗ്ഷൻ ആസ് എ ടാർഗറ്റ് സെൽ presenting endogenous antigens. That's an important point. The antigens are usually having an endogenous nature. അതേസമയം
ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലിൻ്റെ കേസിൽ ദ ആൻറ്റിജൻ വാസ് എക്സോജീനസ് അല്ലേ. എക്സോജീനസ് ആൻറ്റിജൻസും എൻഡോജീനസ് ആൻറ്റിജൻസ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. എൻഡോജീനസ് ആൻറ്റിജൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ആൻറ്റിജൻസ് വിച്ച് ആർ കമ്മിങ് ഓർ വിച്ച് ആർ ജനറേറ്റഡ് വിത്തിൻ ദ സെൽ ഇറ്റ് സെൽഫ് ഓർ വിത്തിൻ ദ ബോഡി ഇറ്റ് സെൽഫ്, എക്സ്റ്റേണൽ സോഴ്സ് അല്ല എന്നർത്ഥം. ഓക്കെ. And they present the antigens to the T cytotoxic cell on the class 1 MHC molecule. Okay, class 1 MHC molecule മുകളിൽ പ്രസൻറ്റ് ചെയ്ത് സൈറ്റോടോക്സിക് സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ. ആൻഡ് ദ പ്രോസസ്സിംഗ് ഓക്കേഴ്സ് ത്രൂ എ പാത്വേ കോൾഡ് സൈറ്റോസോളിക് പാത്വേ. മറ്റേ പാത്വേയുടെ പേരെന്തായിരുന്നു? ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൻ്റെ പാത്വേയുടെ പേരെന്തായിരുന്നു? ആൻറ്റിജനെ പ്രോസസ്സ് ചെയ്യുന്നത് ഏതായിരുന്നു പറ? യെസ് ഗുഡ് എൻഡോസൈറ്റിക്. റൈറ്റ് എൻഡോസൈറ്റിക് പാത്വേ ആണ്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. എൻഡോസൈറ്റിക് പാത്വേ എന്ന് പറയുന്നത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എക്സോജീനസ് ആൻറ്റിജൻസിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ്. എക്സോജീനസ് ആൻറ്റിജൻസിനാണ് എൻഡോസൈറ്റിക് പാത്വേ. റൈറ്റ്. എക്സോജീനസ് ആൻറ്റിജൻസിന് എൻഡോസൈറ്റിക് പാത്വേ ആണ്. അത് പ്രസൻറ്റ് ചെയ്യുന്നത് ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് ആണ്. പ്രസൻറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് എന്ന് പറയുന്നത് ക്ലാസ് 2 MHC ആണ്. പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് ടി ഹെൽപ്പർ സെൽസിനാണ്, അല്ലെങ്കിൽ CD4+ ആയിട്ടുള്ള സെൽസിനാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു സീക്വൻസ്. അതേസമയം ഓൾട്ടേർഡ് സെൽസ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആൻറ്റിജൻസ് എന്താണ്? ദീസ് ആർ എൻഡോജീനസ് ആൻറ്റിജൻസ് ആണ്. പ്രസൻറ്റ് ചെയ്യുന്നത് ക്ലാസ് 1 MHCയുടെ മുകളിലാണ്. പാത്വേ ഏതാണ്? സൈറ്റോസോളിക് പാത്വേ ആണ്. അപ്പോൾ എൻഡോജീനസ് ആൻറ്റിജൻസിന് സൈറ്റോസോളിക് പാത്വേയും എക്സോജീനസ് ആൻറ്റിജൻസിന് എൻഡോസൈറ്റിക് പാത്വേയും ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ടത്, അതിനെ ഒന്ന് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. സോ ഇതിൽ വരുന്ന കുറേ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തത്. ക്യാൻസർ സെൽസ് നമുക്കിതിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെൽസ് ആണ്. ഏജിങ് ബോഡി സെൽസ് ആർ കമ്മിങ് അണ്ടർ ദിസ് വൺ. ദെൻ അലോജനിക് സെൽസ് എന്ന് വെച്ചാൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന സെൽസിനാണ് നമ്മൾ അലോജനിക് സെൽസ്, മറ്റു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് നടത്തുന്ന സമയത്ത്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ. ദെൻ ഓൾസോ നമ്മുടെ ബോഡിയിൽ വൈറൽ ഇൻഫെക്റ്റഡ് സെൽസ്, അതും ഇതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ദ സെൽ കനോട്ട് എലിമിനേറ്റ് ദ വൈറസ് ഫ്രം ഇൻസൈഡ് അല്ലേ. നമുക്കറിയാം വൈറസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇൻറ്റേർണൽ പാത്തോജൻ ഓർ ഇറ്റ്സ് ആൻ ഇൻട്രാ സെല്ലുലാർ പാത്തോജൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈറസ് വൺസ് ഇറ്റ് ഈസ് ഇൻറ്റേർണലൈസ്ഡ്, വൺസ് ഇറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ടു ദ സൈറ്റോപ്ലാസം, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റിമൂവ് ദ വൈറസ് ഫ്രം ദ സൈറ്റോപ്ലാസം. അത്ര എളുപ്പത്തിൽ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. സോ എന്താണ് ബോഡി ചെയ്യുക? ബോഡി വിൽ ടാർഗറ്റ് ദം ആൻഡ് ഡിസ്ട്രോയ് ദ സെൽസ്. ആ സെല്ലിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് എ സെൽഫ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈറൽ ഇൻഫെക്റ്റഡ് സെൽസും ഓൾട്ടേർഡ് സെൽസ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. റൈറ്റ്. സോ ഇതാണ് ഓൾട്ടേർഡ് സെൽ എന്ന് പറയുന്ന അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്യൂമർ സെല്ലിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. നോർമൽ സെല്ലും ട്യൂമർ സെല്ലും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ് കാണിക്കുന്നത്. ദിസ് ഈസ് എ നോർമൽ സെൽ. ഓക്കെ, യു ക്യാൻ സീ ദർ ഇസ് എ സെൽഫ് പെപ്റ്റൈഡ് ക്ലാസ് 1 MHC. സെൽഫ് പെപ്റ്റൈഡ് ക്ലാസ് 1 MHCന് മുകളിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. നോർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ നോർമൽ പ്രോസസ്സിൽ നമുക്കറിയാം സെൽഫ് പെപ്റ്റൈഡ്സിനെതിരെ എന്തുണ്ടാവില്ല, ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവില്ല. സെൽഫ് പെപ്റ്റൈഡ്സിന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദർ ഇസ് എൻ ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ് അല്ലേ. ഇമ്മ്യൂണോളജിക്കൽ ടോളറൻസ് ഉള്ളത് കൊണ്ട് ദർ വിൽ നോട്ട് ബി എനി കൈൻഡ് ഓഫ് റെസ്പോൺസ്, ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് അഗെയിൻസ്റ്റ് ദ സെൽഫ് പെപ്റ്റൈഡ്സ്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ഈ സെല്ല് പ്രസൻറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ക്ലാസ് 1 MHCയുടെ മുകളിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുന്ന ഈ പെപ്റ്റൈഡ്സിനെ ഒരിക്കലും നമ്മുടെ ടി സെൽസ് റെക്കഗ്നൈസ് ചെയ്യൂല, അല്ലെങ്കിൽ അതിനെതിരെ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യൂല ഇതിനെതിരെ. ദെൻ ഇവിടെ ഇനി താഴേക്കുള്ളത് നോക്കാം. ഓൾട്ടേർഡ് സെൽഫ് പെപ്റ്റൈഡ് ആണെങ്കിൽ റൈറ്റ്, ഇതെങ്ങനെയാണ് ക്യാൻസർ സെൽസ് ആയിട്ട് മാറുന്നത്? ക്യാൻസർ സെല്ലിന് ക്യാൻസർ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ ക്യാൻസർ ഡെവലപ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി സർട്ടൻ ചേഞ്ചസ് ഇൻസൈഡ്. ദർ വിൽ ബി ജനറ്റിക് ആൻഡ് അതർ മെറ്റബോളിക് ചേഞ്ചസ്. ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും ഈ സെല്ലിനകത്ത് സംഭവിക്കും. ഈ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ദർ വിൽ ബി certain proteins produced which are altered. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന പെപ്റ്റൈഡ് അല്ല ഇനി ഈ ബോഡിയിൽ ഈ സെല്ലിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പെപ്റ്റൈഡ്സ്. ദേ ആർ ഓൾട്ടേർഡ്. അതുകൊണ്ടാണ് നമ്മളതിന് ഓൾട്ടേർഡ് സെൽഫ് പെപ്റ്റൈഡ് എന്ന് പേര് കൊടുത്തേക്കുന്നത്. ഓൾട്ടേർഡ് സെൽഫ് പെപ്റ്റൈഡ്. നേരത്തെ പറഞ്ഞത് ഓൺലി സെൽഫ് പെപ്റ്റൈഡ് എന്നാണ്, ഇവിടെ അത് ഓൾട്ടേർഡ് ആണ്. ഓക്കെ, ദെൻ ഈ ഓൾട്ടേർഡ് സെൽഫ് പെപ്റ്റൈഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ദ ടി സെൽസ്. മനസ്സിലാവുണ്ടാവും. നമ്മുടെ സെൽഫ് പെപ്റ്റൈഡ് ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ ടി സെൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പോകുന്നില്ല, ഈവൻ ദോ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺ ദ ക്ലാസ് 1 MHC. ബട്ട് if it is a damaged one, if it is a you know like it's defective or it is altered in the sense, they will be recognized by the T cells and that will be destroyed. ഇങ്ങനെ സംഭവിച്ചാൽ, ഇങ്ങനെ ഈ പ്രസൻറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ this cell will be
marked as a target cell, and the T cell will recognize this one and they will secrete chemicals and this cell will be destroyed. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സ്റ്റോറി. ദെൻ ഇതൊരു ആൻറ്റിജൻ്റെ കേസാണ്. ഇവിടെ രണ്ടാമത്തെ ആൻറ്റിജൻ പറയുന്നത് ഓങ്കോ ഫീറ്റൽ പെപ്റ്റൈഡ്. അഗെയിൻ ഇതും ഒരു ക്യാൻസർ ഇൻഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ദെൻ ഇത് കണ്ടോ, ഇത് ഒരുപാട് പെപ്റ്റൈഡ്സ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇതേ പെപ്റ്റൈഡാണ്. കണ്ടോ ഈ കളർ കണ്ടോ, ഈ കളർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതേ പെപ്റ്റൈഡാണ്. ദിസ് ഈസ് ഓൾസോ എ സെൽഫ് പെപ്റ്റൈഡ്. അവിടെ പറയുന്നുണ്ട് ദർ ഇസ് ആൻ ഓവർ എക്സ്പ്രഷൻ ഓഫ് നോർമൽ പ്രോട്ടീൻ. ഓക്കെ, ഇത് ക്യാൻസർ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഈ ആൻറ്റിജൻസ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരേ സെയിം ആൻറ്റിജൻ തന്നെയാണ്, ദാറ്റ് മീൻസ് സെൽഫ് പെപ്റ്റൈഡ് തന്നെയാണ്, പക്ഷേ ദേ ആർ ഓവർ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യാം, അതിനെതിരെ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. ക്യാൻസർ സെല്ലൊക്കെ എന്താണ്, അല്ലെങ്കിൽ ക്യാൻസർ സെല്ലാണെങ്കിലും വൈറൽ ഇൻഫെക്റ്റഡ് സെൽസ് ആണെങ്കിലും ഒക്കെ അതിനെതിരെ എന്ത് ചെയ്യും, നമ്മുടെ T സെൽസ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും അതിനെതിരെ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ദെൻ ദാറ്റ് വിൽ ബി ഡിസ്ട്രോയിഡ് അൾട്ടിമേറ്റ്ലി. ഓക്കെ, ക്ലിയർ അല്ലേ? ആ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കണം അല്ലേ? അപ്പോൾ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസിൽ APCയും ASCയും ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ദെൻ വി വിൽ മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ.